ഇലക്ഷൻ വരട്ടെ, ബുദ്ധിമുട്ടിക്കണ്ട. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ സക്കാത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിലാണ്, അതായത് കേരളത്തിൽ നമ്മുടെ തിരൂരിലെ പ്രമുഖരായിട്ടുള്ള എല്ലാവരും ഉണ്ടായി, എന്നെ ക്ഷണിച്ചു. അത് ജമാഅത്തെ ഇസ്ലാമി ഔദ്യോഗികമായിട്ടുള്ള രാഷ്ട്രീയ പരിപാടിയല്ല, അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ രാഷ്ട്രീയ പരിപാടിയല്ല. ഞാൻ അവിടെ പോയി പറഞ്ഞതെന്താ, ഞാൻ അത്തരത്തിലൊരു സക്കാത്തുമായി ബന്ധപ്പെട്ട ഒരു യോഗമായിരുന്നിട്ട് കൂടി ഞാൻ എൻ്റെ ആശയം അവിടെ പറഞ്ഞു. കാരണം രാജ്യം അനുഭവിക്കുന്ന നിലവിലുള്ള ഭൂരിപക്ഷ വർഗീയത എന്നുള്ളൊരു നമ്മൾ ഭയക്കുന്ന ഒരു സംവിധാനത്തിന് ന്യൂനപക്ഷ വർഗീയത കൊണ്ട് എതിർക്കാൻ കഴിയില്ല. എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ചു നിന്നാൽ മാത്രമേ അതിനെ എതിർക്കാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഞാൻ നടത്തിയത്. തെറ്റൊന്നുമില്ല. അത്തരത്തിൽ യോഗത്തിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ ജമാഅത്തെ ഇസ്ലാമെ അനുകൂലിക്കാനൊന്നുമില്ലല്ലോ ഞാൻ പോയത്. അത് സാധാരണക്കാരന് കിട്ടേണ്ട ഏതെങ്കിലും സഹായങ്ങൾ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. അത് പ്രത്യേകിച്ച് എൻ്റെ മണ്ഡലത്തിലാവുമ്പോൾ അവിടെ ഏതെങ്കിലും പാവങ്ങൾക്ക് അത്തരത്തിലൊരു സഹായം കിട്ടുമ്പോൾ ഞാനായിട്ട് അതിനെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാനത് ആര് UDF കേരളത്തിൽ ആര് സഖ്യകക്ഷിയാണ് ജമാഅത്തെ ഇസ്ലാമി? പിന്നെ UDF അങ്ങനെ ആരോപിച്ച് വല്ല കാര്യമുണ്ട്? നോക്കൂ, നിലവിൽ തന്നെ ആ നാട്ടിലെ ആ പ്രദേശത്തുള്ള താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളാണ് എന്നെ ക്ഷണിച്ചത്. സാധാരണക്കാരാണ് നാട്ടിലുള്ള. അവർ ക്ഷണിക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ കഴിയും. ഞാൻ അങ്ങനെ ഒന്ന് പോയി ജസ്റ്റ് അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ പോയി തിരിച്ചു വന്നു. ആ സമയത്ത് എന്നോട് സംസാരിക്കാൻ ഉദ്ഘാടനം ആണ്, ഞാൻ അവിടെ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യമാണ്, പാവങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ഒരു രീതി നിലവിൽ നമ്മൾ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം വർഗീയതയാണ്. കേരളത്തിലും ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ അതിനെ എതിർക്കപ്പെടണമെങ്കിൽ പൊതുസമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ നൽകിയത്. എല്ലാ സമയത്തും ഇപ്പോഴും എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. എന്താ സംശയമുള്ളത്? ആ കാര്യത്തിൽ ഒരു സംശയമില്ല. നോക്കൂ, ജമാഅത്തിൻ്റെ ആശയങ്ങളെ എക്കാലത്തും എതിർത്തിട്ടുള്ള ആളും ഇനിയും ആ ആശയങ്ങളെ എതിർക്കുകയാണ്. കാരണം ഇപ്പോൾ നിരവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്, പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പ്രതിനിധികളുണ്ട്, വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികളുണ്ട്. അവർ പങ്കെടുക്കുന്ന പഞ്ചായത്ത് യോഗങ്ങളിൽ ഇപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കില്ല എന്ന് പറയാൻ പറ്റുമോ? അത് ഒരു ഗ്രാമപഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതല്ലേ. എന്ന പോലെ തന്നെ കേരളത്തിലെ പൊതു ജനധാരയിൽ ഉള്ള പരിപാടികളിൽ സെലക്റ്റീവായ ചിലതിൽ പങ്കെടുക്കേണ്ടി വരും. ഇത് ഒന്നാമത് ചാരിറ്റിയാണ്. ഞാൻ എക്കാലത്തും ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളാണ്. അത്തരത്തിൽ കഴിയുന്നത്ര സഹായം നൽകുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം പരിപാടികളിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ട് പോയി. ഇത് നോക്കൂ, റംസാൻ നോക്കൂ, റംസാൻ മാസം എന്നുള്ളത് മലബാറിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. ധാരാളം സക്കാത്ത് കമ്മിറ്റികൾ വരുന്നൊരു സമയമാണിത്. എല്ലാ വിഭാഗം ജനങ്ങളും, പ്രത്യേകിച്ച് മലബാറിൻ്റെ ഒരു പ്രത്യേകത എന്താ, 1 രൂപയുണ്ടെങ്കിൽ അതിൽ 50 പൈസ അവർ പാവങ്ങൾക്ക് കൊടുക്കുന്നൊരു സമയമാണ്. അവിടെ അത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പാവങ്ങൾ കിട്ടേണ്ട ഒരു സഹായം, അതിന് അത്തരത്തിൽ സഹായം നൽകുന്ന ഒരു ചടങ്ങിൽ പോയതിനൊരു തെറ്റും അതിലില്ല. അവിടെ പോയാലും എൻ്റെ ആശയം എന്താണോ അത് പറഞ്ഞിട്ടുണ്ട് ആ വേദിയിൽ എന്നുള്ളത് കൂടി നിങ്ങൾ കണ്ടതാണല്ലോ. പിന്നെ അതിനെന്താ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു